നമ്മളെ സന്തോഷത്തോടെ
പ്രഭാത സമയം മുതൽ ഈ സമയം വരെ തുടർന്ന് ഞങ്ങളെ ഏറ്റവും സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ ദൈവമുമ്പാകെ വണക്കാം. ഇന്ന് സന്ധ്യ കഴിഞ്ഞ വേളയിൽ തുടർമാനമായി എല്ലാ വെള്ളിയാഴ്ചയും നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കിയല്ലോ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം നമുക്ക് എടുക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വിനിയോഗിച്ചാട്ടെ. പ്രത്യേകാൽ നമ്മുടെ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം ദൈവം അനുഗ്രഹമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഒഫീഷ്യൽസിനെ എല്ലാം നമുക്ക് ഓർക്കാം. വിവിധ ശുശ്രൂഷകൾ ഈ നാളുകളിൽ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തമായൊരു മുന്നേറ്റം ഈ ദിവസങ്ങളിൽ ദൈവം നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്തോത്രം ഇതിലെ അംഗങ്ങളും
ഇതിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഉണർത്തി ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവർക്കും കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് രാത്രി നടക്കുന്ന ബൈബിൾ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എഫേസ്യ ലേഖനത്തെ കുറിച്ച് തുടർമാനം നാം പഠിച്ചു വരികയാണ്. കർത്തൃദാസനതയും ഇന്ന് രാത്രി ഉപയോഗിച്ച് തുടർന്നുള്ള ക്ലാസ്സിൽ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ, ആലോചനകൾ, ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചു നമ്മുടെ സ്റ്റീവൻ ജേക്കബ് പാസ്റ്റർ ഈ സൂമിലുണ്ടല്ലോ, അദ്ദേഹം ശബ്ദമുയർത്തി ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കായി സ്റ്റീവൻ ജേക്കബ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസനും നീതിമാനും നിത്യനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യായാമത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക എന്റെ ഫൗണ്ടർ ചെയർമാൻ ഹല്ലേലൂയ തോമസ് ചെറിയാൻ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹീതമായ നിലയിൽ ഈ മിനിസ്ട്രിയെ നയിക്കാൻ കൊടുക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാത്തു പരിപാലിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ സെക്രട്ടറി സണ്ണിമത്തായ പാർഷൻ കുടുംബത്തെ ഓർക്കുന്നു. ജോൺ സെക്രട്ടറി പ്രത്യാൽ ലീഡ് ചെയ്യുന്ന ജോസഫ് ചാക്ക പാർഷൻ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബിനു കെ മാത്യുവിനും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിന്റെ നേർനിരയിലായിരിക്കുന്ന സകല ദൈവദാസിദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയിൽ നടക്കുന്ന സകല പ്രോഗ്രാമുകളെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ട്രിനിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുവാൻ ഉദ്ദേശിക്കുന്ന സകല പ്രവർത്തനങ്ങളെ മാനിക്കണം. എത്രയും പ്രവർത്തനങ്ങൾ നടക്കുവാൻ സഹായിക്കണം. ആവശ്യമായ സാമ്പത്തിക പുതുവഴികളെല്ലാം തുറക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മിനിസ്ട്രി വളർന്നൊരു വലിയ പ്രസ്ഥാനമായി തീരുവാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് ആത്മീയമായ ഉണർവ് നൽകുവാൻ ഹല്ലേലൂയ മിനിസ്ട്രി ഒരു ശക്തമായ മീഡിയയായി പ്രവർത്തിക്കുവാൻ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ എഫേസ്യ ലേഖനം കഴിഞ്ഞ 4 ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ സ്തോത്രം ശക്തമായ നിലയിൽ ഹല്ലേലൂയ വ്യക്തമായും വസ്തുനിഷ്ഠമായും ക്ലാസ്സുകൾ എടുക്കുവാൻ നിന്റെ ദാസനെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നും ക്ലാസ്സുകൾ അനുഗ്രഹീതമായ നിലയിൽ നയിക്കാൻ നിന്റെ ദാസനെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകളെ മാനിക്കണം, കുടുംബത്തെ മാനിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച ഷായി പാർഷൻ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഹല്ലേലൂയ സ്തോത്രം ശക്തമായ നിലയിൽ ദൈവത്തെ സ്തുതിക്കാൻ അവരെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദ്യോടന്തം കൃപ കൂടെ ഇരിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി നടന്നു വരുന്ന നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ ഈ രാത്രി സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി സണ്ണിമത്തായി പാസ്റ്റർ, സ്റ്റീവൻ ജേക്കബ് പാസ്റ്റർ, നമ്മുടെ മെന്ററായിരിക്കുന്ന MS എബ്രഹാം പാസ്റ്റർ, ഗാനങ്ങൾ പാടിയ പ്രിയ ഷാജി പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾ, ആ കുടുംബം, അതുപോലെ സിനി ബാബു സിസ്റ്റർ, ലത സിസ്റ്റർ, അങ്ങനെ ഈ സൂമിലായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. വിശിഷ്യ ഇന്ന് രാത്രി ദൈവവചനം പഠിപ്പിക്കുന്ന ഹാർലൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി അദ്ദേഹം എഫേസ്യ ലേഖനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ തുടർന്ന് അദ്ദേഹം ദൈവവചനം നമ്മെ പഠിപ്പിക്കും. നാം ഇങ്ങനെ വായിക്കുന്നു: തന്റെ വിശുദ്ധന്മാർ തൃക്കാൽക്കൽ ഇരുന്ന് തിരുവചനം പ്രാപിച്ചു എന്ന് വായിക്കുന്നു. നിശ്ചയമായും കർത്താവിന്റെ പാദപീഠം നമുക്ക് ആശ്വാസമാണ്, അനുഗ്രഹമാണ്. ആ പാദപീഠത്തിൽ ഇരുന്ന് പഠിപ്പാൻ ഏവർക്കും കൃപ ചെയ്യട്ടെ. ബഹുപുര ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. കർത്തൃദാസനെ തുടർന്ന് ദൈവവചന പഠനത്തിൽ പഠിപ്പിക്കുവാനായി കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ബി ടു ദ ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വെള്ളിയാഴ്ച ഈ രാത്രിയിൽ ദൈവവചന പഠനവുമായി ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആർ യു ഓൾ ഹാപ്പി? എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ ചീഫ് അഡ്മിൻ, അതുപോലെ തന്നെ അഡ്മിൻ പാനലായിരിക്കുന്ന കർത്തൃദാസിദാസന്മാർ, വിശേഷാൽ ഇന്നത്തെ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷ വിശേഷാൽ ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന ബഹുമാന കർത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവദാസനെയും കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മുഖവരകൾ കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പുസ്തകത്തെ പറ്റി എന്ന് ചോദിച്ചാൽ ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും ഉറക്കെ പറയും. എന്താണ്? ദ എപ്പിസൽ ഓഫ് എഫീഷ്യൻ എന്ന് പറഞ്ഞാൽ എഫീസ്യ ലേഖനത്തെ കുറിച്ചാണ്. എഫീസ്യ ലേഖനത്തെ പറ്റിയാണ് വിശുദ്ധ പൗലോസ് ലീഗ എഫീസ്യർക്ക് ചെയ്ത ലേഖനത്തെ കുറിച്ച്, ആ കത്തിനെ കുറിച്ചാണ് നാം ഓരോരുത്തരും ഇവിടെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എഫീസ്യ ലേഖനത്തെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഒന്ന് തിയറി ആണെങ്കിൽ മറ്റൊന്ന് പ്രാക്ടിക്കൽ. അപ്പൊ തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. അപ്പൊ 1 മുതൽ എത്ര അധ്യായം വരെ? 3 അധ്യായം വരെ ഒരു തിയറിയാണ്, ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുമ്പോൾ 4, 5, 6 അധ്യായങ്ങൾ അത് എന്താണ്? പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന, പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അപ്പോ ഉപദേശപരമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ പ്രവൃത്തി പദത്തിലേക്കുള്ള കാര്യാദികളെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെന്നാൽ 4-ാം അധ്യായം കഴിഞ്ഞു. ഇതിപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുമ്പോൾ കുറെ കാര്യാദികൾ നമ്മൾ പഠിക്കുകയുണ്ടായി, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പം 5-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളതിനെ പറ്റിയാണ് ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ 5-ാം അധ്യായത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? നടക്കുക എന്നുള്ളതാണ്, അല്ലേ? നടക്കുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പൊ ഏതിലൊക്കെ നടക്കണം? സ്നേഹത്തിൽ നടക്കണമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്? വിശുദ്ധിയിൽ നടക്കണമെന്ന് പഠിച്ചു. ഇനി എന്താണ്? അതിനുശേഷമുള്ള കുറെ കാര്യാദികൾ നടപ്പിനെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. ഞാനതിലേക്ക് കൂടുതലൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ കടക്കാൻ പോകുന്നത്, അഥവാ പഠിക്കാൻ പോകുന്നത്, ആത്മനിറവിൽ, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, അല്ലെ? ആത്മനിറവിൽ എന്താണ്? നടക്കുക, അല്ലെങ്കിൽ ആത്മനിറവിൽ നയിക്കുക, അല്ലെങ്കിൽ ആത്മനിറവിലുള്ള ജീവിതത്തെ പറ്റിയാണ്. ആത്മനിറവിലുള്ള ജീവിതത്തെ പറ്റി നമ്മൾ പഠിച്ച് ഈ രാത്രിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുക. എന്താണ്? ആത്മാവിൽ നടക്കുക. വേറൊരു പറഞ്ഞാൽ ആത്മനിറവിൽ നടക്കുക. അപ്പം ആത്മനിറവിലുള്ള ജീവിതത്തെ പറ്റിയാണ്. അതെങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ അനുഗ്രഹമായ ഒരു ആരാധന നമുക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു, അല്ലെ? ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് തരാൻ പറ്റാത്തതും എനിക്ക് കൊടുക്കാൻ പറ്റുന്നതുമായ ഒന്നേ ഉള്ളൂ. അതിന്റെ പേരാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ആരാധന. ആരാധനയിൽ പ്രവേശിപ്പാൻ കർത്താവ് കൃപ നൽകി. ഈ ആരാധന ആത്മനിറവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ ആത്മനിറവിൽ നടക്കുക, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, അല്ലെങ്കിൽ ആത്മനിറവിലുള്ള ജീവിതം നയിക്കുക, അതിനെ പറ്റിയാണ് നമ്മൾ സവിസ്താരം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അല്പമായിട്ട് ഞാൻ എടുത്തു. എന്നാൽ ഇന്ന് നമ്മൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്നും പഠിക്കാം. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു മാനദണ്ഡം എന്ന് പറയുന്നത് നാം ആത്മനിറവിൽ എന്താണ്? നയിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, അഥവാ ഒരു വ്യക്തി ദൈവകൃപയിൽ ജീവിക്കണമെങ്കിൽ അവന് ആത്മനിറവ് അത്യാവശ്യമാണ്. ഇപ്പൊ ഈ ആത്മനിറവെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. നിറയ്ക്കുക എന്നൊക്കെ പറയുമ്പം കൂടുതലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യുക, അതായത് വെള്ളം കൊണ്ട് നിറയ്ക്കുക, അല്ലെ? അപ്പം യേശു കർത്താവ് പറഞ്ഞു ബാല്യക്കാരോട്, അല്ലെങ്കിൽ അവിടെ ഉള്ള വ്യക്തികളോട് പറഞ്ഞു, കാനായിയുടെ കല്യാണത്തിന് പറഞ്ഞൊരു കാര്യമാണ് കൽഭരണിയിലെ അതിനെന്താണ്? അത് നിറയ്ക്കാൻ പറഞ്ഞു, അല്ലേ? കൽഭരണി നിറയ്ക്കാൻ പറഞ്ഞു.
അപ്പൊ അവിടെ അവരെന്ത് ചെയ്തു? ആത്മാർത്ഥതയോടെ പോയി വെള്ളം കോരി ആ കൽഭരണികൾ നിറയ്ക്കുകയുണ്ടായി. അപ്പൊ ഒരു നിറവ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പൊ ഒരു നിറവ് കൊണ്ടൊന്നും തീരുന്നില്ല. ആത്മനിറവ് എന്ന് പറയുന്നത് വക്കോളം നിറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആത്മനിറവ് എന്ന് പറയുന്നത് വക്കോളം നിറയുന്നതല്ല, മറിച്ച് നിറഞ്ഞ് തുളുമ്പുന്നതുമല്ല, നിറഞ്ഞ് കവിയലാണ്. നിറഞ്ഞ് തുളുമ്പുന്നതുമല്ല, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവമാണ്. നോക്കണേ, വക്കോളം നിറയുന്നതല്ല ആത്മനിറവിലുള്ള ജീവിതം, നിറഞ്ഞ് തുളുമ്പുന്നതല്ല ആത്മനിറവിലെ ജീവിതം, നിറഞ്ഞ് കവിയുന്നതാണ്, നിറഞ്ഞു ഒഴുകുന്നതാണ് ആത്മനിറവിലെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, 1000 പുഴ വളർന്നു, പിന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളം. പാട്ട് പാടുമല്ലോ, മുട്ടോളമല്ല അരയോളമല്ല, അല്ലെ, വലിയൊരു ജീവ എന്ന് പറഞ്ഞാൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ പറ്റുന്ന ഒരു ആത്മനിറവിലേക്ക്, എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയുന്ന, സമർത്ഥമായി നിറഞ്ഞ് കവിയുന്ന ഒരു തലം. അർത്ഥാൽ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. പഴയ നിയമ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ നിറവിന്, അതിനകത്ത് നിറവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഏലിയാവിന് ഒരു നിറവുണ്ടായിരുന്നു, പക്ഷെ എലിശയ്ക്ക് ഇരട്ടി, അല്ലെ, ഇരട്ടി പങ്ക് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുമ്പോൾ, മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം, പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, നിറവുമല്ല, ഇരട്ടി പങ്കും കാര്യങ്ങളുമല്ല, സമൃദ്ധിയായി. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഒന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ അത് ആ ഒരു ഭാഗ്യത്തെ ഓർത്ത്, ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വന്നും പോയി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്കല്ല, ചെറിയ ഒരു നിറവിലേക്കല്ല, മറിച്ച് നിറഞ്ഞൊഴുകുന്ന, അല്ലേ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ, അടുത്ത പദം നിങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ജീവജല നദി പൊട്ടി പുറപ്പെടുമെന്ന. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ നിറയ്ക്കണേ 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 നിറയ്ക്കണേ. നമ്മുടെ പ്രാർത്ഥന മൊത്തം ഇപ്പോഴും നിറയണേ 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 നിറയണമെന്ന്. കർത്താവ് പറയുന്നു, പൊന്നു മോനെ മോളെ, നിറയാനല്ല, മറിച്ച് എന്താണ്? നിറഞ്ഞൊഴുകണം അടുത്തൊരു വ്യക്തിയിലേക്ക്, അടുത്ത തലത്തിലേക്ക്, അടുത്ത മേഖലയിലേക്ക്. ഞാൻ ചിലരെയൊക്കെ ശ്രദ്ധിക്കും, ഈ ചർച്ചിലൊക്കെ മീറ്റിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഒരു ആത്മനിറവിന്റെ സാന്നിധ്യം, അല്ലേ? ചിലപ്പോൾ അവർ കൂടുതൽ കൈയടിച്ചെന്നിരിക്കത്തില്ല, ഒത്തിരി പ്രാർത്ഥിച്ചെന്നിരിക്കത്തില്ല, ഒത്തിരി പ്രകടനങ്ങളും കാട്ടിയെന്നിരിക്കത്തില്ല, മറിച്ച് അവരുടെ തിരുന്നാൽ മതി, അവരിൽ നിന്നും ദൈവശക്തി പുറപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു പോയതുപോലെ ഒരു നിറഞ്ഞ കവിയൽ അടുത്ത വ്യക്തിയിലേക്ക്, നിറഞ്ഞ കവിയുന്ന ഒരു അനുഭവം അടുത്ത വ്യക്തിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ നമ്മളെ സത്യത്തിലും നീതിയിലും നടത്തുന്ന നിറവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്താണ്? നമ്മെ സത്യത്തിലും നീതിയിലും നടത്തുന്ന ദൈവത്തിന്റെ നിറവാണ്, നിറഞ്ഞ കവിയലാണ് പരിശുദ്ധാത്മാവ് എന്ന് ഈ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഈ 5-ാം അധ്യായം പഠിക്കുന്നത് ക്ലാസ്സിലുള്ള ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർപ്പിക്കുകയാണ്. ഇതൊരു ഉപദേശമല്ല. ഉപദേശമാണോ? ഇതൊരു ഉപദേശമല്ല, ഇത് ഒരു ഉപദേശവുമല്ല, മറിച്ച് ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതാണ്. എന്താണ്? ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം. ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം എന്താണ്? ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രാപിക്കുന്നു, കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു, കൊടുക്കുന്നു. ഇതാണ് ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതം. ഇനി ആത്മനിറവിന്റെ 4 പ്രത്യേകതകൾ, ആത്മനിറവിന്റെ 4 പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മനിറവിന്റെ 4 പ്രത്യേകത. അപ്പൊ ആത്മനിറവിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ആത്മനിറവ്, അഥവാ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുക എന്നുള്ളത്. അപ്പോ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാതെ ഒരുവന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ നയിക്കപ്പെടിയിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ക്രിസ്തീയ ജീവിതം അതിഭദ്രമായി അനുഗ്രഹമായി നയിക്കണമെങ്കിൽ ആത്മനിറവിൽ നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, ഇല്ലേ? ആത്മനിറവുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാൻ, ഈ ഉലകത്തിൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിന് നമുക്ക് ആത്മനിറവ് അത്യാവശ്യമാണ്. ആത്മനിറവില്ലെങ്കിൽ
നല്ലൊരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാൻ, ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു ജീവിതം പടുത്തുയർത്തുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ളത് എഫെസ്യ ലേഖനത്തിൽ അതിന്റെ ലേഖനകർത്താവായ കത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന പൗലോസ് ലീഗ നമ്മോട് പറയുന്നു. നിങ്ങളുടെ പ്രവൃത്തി പദത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു കവിയിലുണ്ടെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ആത്മനിറവിന്റെ 4 പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം 1 by 1 ആയിട്ട്. ഒന്ന് എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. അപ്പൊ ആത്മനിറവിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം, അഥവാ അന്യോന്യം സംസാരിക്കണം. ഈ തമ്മിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആ പദം മനസ്സിലാവുണ്ടോ? തമ്മിൽ അല്ലെ? തമ്മിൽ എന്നുള്ള പദം ഇഷ്ടമുള്ള വ്യക്തികൾ തമ്മിൽ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് എനിക്ക് എന്ത് ചെയ്യാം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സംസാരിക്കാൻ പറ്റും. ആ തമ്മിലുള്ള പദമല്ല യു ought to do one another എന്ന് പറഞ്ഞാൽ തമ്മിൽ. മനസ്സിലാകുന്നുണ്ടോ? തമ്മിൽ അർത്ഥാൽ വേറൊരു മലയാള പദം പറഞ്ഞാൽ അന്യോന്യം. ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം സ്നേഹിക്കുവിൻ. എന്താണ്? അന്യോന്യം സ്നേഹിക്കുവിൻ നിങ്ങൾ, അന്യോന്യം. തമ്മിൽ എന്നാണോ ആ പദം കൊടുത്തിരിക്കണേ? അന്യോന്യം സ്നേഹിക്കുവിൻ അല്ലെ? അപ്പോ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. എങ്ങനെ? ക്രിസ്തീയ ജീവിതത്തിന്റെ കാര്യം, ആത്മനിറവിലുള്ള ജീവിതത്തിന്റെ 4 പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പൊ ആത്മനിറവിലുള്ള ജീവിതത്തിൽ അന്യോന്യം പരസ്പരം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണുമ്പോൾ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്ത് ചെയ്യണം? സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങളിൽ സ്തുതികളിൽ ആത്മനിറവിൽ നമ്മൾ സംസാരിക്കണം. അങ്ങനെയാണോ? രീതി മനസ്സിലായോ? പ്രവൃത്തി പദത്തിൽ വരേണ്ട കാര്യമാണ് ഇവിടെ പറയണേ. എങ്ങനെ? ആത്മനിറവിൽ ജീവിക്കണമെങ്കിൽ അന്യോന്യം തമ്മിൽ നമ്മൾ കാണുമ്പോൾ ഒന്നാം പ്രത്യേകത പറയുന്നു, നമുക്ക് എന്തുണ്ടായിരിക്കണം? സങ്കീർത്തനം ഉണ്ടായിരിക്കണം, സ്തുതി ഉണ്ടായിരിക്കണം, എന്താണ്? ആത്മീക ഗീതങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കൂടി വരവിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമുക്കെന്തുണ്ട്? ആത്മീയ ഗീതങ്ങളുണ്ട് അല്ലെ? ആത്മീയ ഗീതങ്ങളുണ്ട്. ആത്മീയ ഗീതങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ സ്തുതിയുണ്ട് അല്ലെ? അതിനുശേഷം എന്തുണ്ട്? സങ്കീർത്തനമുണ്ട്. ഈ അടുത്തിടയിലല്ല, കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ നമുക്ക് സഭകളിൽ സങ്കീർത്തനം വായനയുണ്ടായിരുന്നു. ഇന്ന് പല സഭകളിലും എന്തില്ല? ഒട്ടുമിക്ക ഏകദേശം സഭകളിലൊന്നും സങ്കീർത്തന വായന ഇല്ല. സങ്കീർത്തന വായനകൾക്ക് സമയം കിട്ടുന്നില്ല. കാരണം എപ്പോഴും നമുക്ക് ഈ 150 സങ്കീർത്തനം കൊണ്ട് അതിനകത്ത് എല്ലാം എടുത്തെടുത്ത് വിവരിക്കാനോ എടുക്കാനോ കഴിയാത്ത ഒരു തലത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കീർത്തനങ്ങളാണ് അല്ലെ? അത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള കീർത്തനങ്ങൾ നമുക്കെടുത്ത് എന്ത് ചെയ്യാം? ഉദ്ധരിക്കാം. ഇവിടെ ആത്മനിറവിലുള്ള ജീവിതത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, അന്യോന്യം ഒരുമിച്ച് കൂടുമ്പോൾ, കൂട്ടായ്മയിൽ കൂടുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ സംസാരിക്കേണ്ടത്? സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതം. ഈ 3 തലങ്ങളിലാണ് എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ ഇന്ന് കാലം മാറി, കഥ മാറി. ഇന്ന് സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നൊക്കെ നല്ല പോലെ അറിയാം. സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യാദികൾ, ഞാൻ മറ്റ് സഭകളെ, മീഡിയാദികളെ ഒന്നും പറയുന്നില്ല. ഇപ്പോ സംസാരിച്ചാൽ മീഡിയ പൊക്കിയെടുത്തോണ്ട് പോയിട്ട് ഓരോരുത്തരെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ.
നമ്മുടെ ഒരു ദേവദാസൻ തന്നെ ഇപ്പോ അടവിത്തരികളുടെ പാട്ടിന് പുള്ളി ഇപ്പോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതും ഇപ്പോൾ മീഡിയയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ പലതും പല രീതിയിൽ നടന്നും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഈ ആത്മീയ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സംസാരിക്കേണ്ട സഭ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മറ്റു പലതും സംസാരിച്ച് സമയങ്ങളെ മാറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മടങ്ങി വരട്ടെ. അപ്പൊ നമുക്ക് ആത്മനിറവിന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ 4 പ്രത്യേകതയിൽ ഒന്നാമത് എന്താണ്? പറഞ്ഞ പദം നിങ്ങൾ എഴുതിയെടുത്തെന്ന് തോന്നുന്നു. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എന്താ? എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നോക്കണേ, ദ നെയിം ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്താണ്? ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യണം. ഇതാണ് ആത്മനിറവിന്റെ എന്താണ്? രണ്ടാമത്തെ പ്രത്യേകത. ഒന്നാം പ്രത്യേകത, സങ്കീർത്തനങ്ങളിലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സംസാരിക്കണം. രണ്ടാം പ്രത്യേകത, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എന്താണ്? ആയവന് എല്ലായ്പ്പോഴും എന്താണ്? എല്ലാവരും വേണ്ടിയും സ്തോത്രം ചെയ്യണം. മൂന്നാമത്തത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ്? കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇരിക്കുക. ഇതാണ് മൂന്നാമത്തെ ആത്മനിറവിന്റെ പ്രത്യേകത. നിങ്ങളുടെ ഹൃദയങ്ങളിൽ, അതായത് നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇരിക്കുക. നാലാമതായിട്ട്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഇതാണ് നമുക്ക് ശക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ ആ എഫെസ്യ ലേഖനം ആരെങ്കിലും ഒന്ന് ഉറക്കെ ഒന്ന് വായിക്കണേ. 5-ാം അധ്യായം അതിന്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്ന് ശബ്ദം ഉയർത്തി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18 തൊട്ട് ഏകദേശം 21 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. മ്യൂട്ട് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഉറക്കെ വായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. പതിനെട്ട് മുതൽ വായിച്ചാട്ടെ. 18 മുതൽ 18, 19, 20, 21 പറ്റുന്നില്ലയോ? വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ. ഇതിനകത്ത് ആരുണ്ടെങ്കിലും അവർക്ക് മ്യൂട്ട് ഓഫ് ചെയ്തിട്ട് ഓക്കെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ വായിക്കട്ടെ. വായിച്ചോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. യെസ്, ഓക്കെ. അപ്പോ 18, 19, 20, 21 വാക്യങ്ങളിലാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോ ആത്മനിറവിന്റെ 4 പ്രത്യേകതകളാണ് നമ്മൾ
ഇവിടെ പഠിക്കുവാനാണ്. അപ്പൊ ആത്മനിറവ് എന്താണെന്നും ആത്മനിറവിലെ ക്രിസ്തീയ ജീവിതം എന്താണെന്നും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ, ഉപദേശപരമായ ക്ലാസ്സുകളിൽ നമ്മൾ നല്ലപോലെ പഠിച്ചതായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനകത്ത് നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഇപ്പോ ആത്മനിറവിന്റെ. അപ്പൊ നമുക്ക് ആത്മനിറവിന്റെ 4 പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സങ്കീർത്തനാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. 2, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എന്താണ് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. ഇനി 3 എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു ഇരിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ, അല്ലെ, മറ്റുള്ളവർക്ക് ശല്യമാകാനല്ല, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് കർത്താവിന് പാടിയും എന്താണ് കീർത്തനം ചെയ്തു ഇരിക്കണം. 4മതായിട്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ നാം എന്താണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് ലാസ്റ്റ് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഭയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ദ ഫിയർ ഓഫ് ദ ലോർഡ്, ക്രിസ്തുവിന്റെ, അതായത് കർത്താവിന്റെ ഭയത്തിൽ നാം അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഇതാണ് 4 വിധത്തിലുള്ള ആത്മനിറവിന്റെ പ്രത്യേകതകൾ. അപ്പം ആത്മനിറവിന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ സവിസ്താരം പഠിക്കുകയുണ്ടായി. അടുത്ത സൈഡ് ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് വാക്ക് ഇൻ ഡൊമസ്റ്റിക് അഫയേഴ്സ്, അതായത് എന്താണ് കുടുംബപരമായിട്ടുള്ള ഗ്രഹപരമായിട്ടുള്ള ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ എന്ത് ചെയ്യുക? നടക്കുക എന്ന് പറഞ്ഞാല് കുടുംബപരമായുള്ള ബന്ധത്തിൽ നടക്കുക. വാക്ക് ഇൻ ഡൊമസ്റ്റിക് അഫയേഴ്സ്, മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുടുംബപരമായ ഗ്രഹപരമായ ബന്ധത്തിൽ നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹപരമായ അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധത്തിൽ നമ്മൾ നടക്കുക. ബ്രാക്കറ്റിൽ 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 33 വരെയാണ്. 22 മുതൽ 33 വരെ, 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, വാക്ക് ഇൻ ഡൊമസ്റ്റിക് അഫയേഴ്സ്, അതായത് എന്താണ്? കുടുംബപരമായ അല്ലെങ്കിൽ ഗ്രഹപരമായ ബന്ധത്തിൽ നടക്കണം. കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? അപ്പൊ അതിന്റെ സൈഡ് ഹെഡിങ് ആയിട്ട് വരും വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എന്താണ്? ഭാര്യയും ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും. ഓക്കെ, അപ്പൊ ഭർത്താവും ഭാര്യയും. അപ്പൊ കുടുംബപരമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം 5-ന്റെ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, 22 മുതലുള്ള വാക്യങ്ങൾ നേരത്തെ വായിച്ചതുപോലെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. 22 മുതലൊന്ന് വായിച്ച. ഭർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനങ്ങളോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റു പുലർത്തുക എത്രയേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവുന്നു. സ്തോത്രം. ഇത്ര വായിച്ചപ്പോൾ നമുക്ക് ഒരു കല്യാണ ശുശ്രൂഷ ഇരിക്കുന്ന ഫീല് വന്നെന്ന് തോന്നുന്നു. എല്ലാരും ചിന്തിക്കും പെട്ടെന്ന് എഫെസ്യർ ലേഖന ക്ലാസ്സിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇനി ഒരു വിവാഹ ശുശ്രൂഷയിലേക്ക് മാറിയോ എന്നൊരു ചിന്ത നിങ്ങളുടെയൊക്കെ മനസ്സിൽ കൂടി കടന്നു പോയെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ നോക്കണേ, കുടുംബപരമായ അല്ലെങ്കിൽ
ഗ്രഹപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ബന്ധം അതിൽ നടക്കുക. അതാണ് നമ്മുടെ അവസാനമായിട്ട് പറഞ്ഞ് ഈ ക്ലാസ്സിൽ നിർത്താൻ പോകുന്നത്. അപ്പൊ അവിടെ കുടുംബം എന്ന് പറയുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു പദം കൂടുമ്പോൾ എന്താണ്? ഇമ്പം. കൂടുമ്പോൾ ഇമ്പം അല്ലെങ്കിൽ കമ്പം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കൂടുമ്പോൾ ഇമ്പമാകുന്നത് എന്താണോ അതാണ് കുടുംബം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതില് ഈ കൂടുന്നവർ ആരൊക്കെയാ? ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും. ഇവർ കൂടുമ്പോൾ എന്തുണ്ടാകണം? നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിടുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മനസാക്ഷിക്കൂടെ ഞാൻ വിടുകയാണ്. ഭർത്താവായാലും ഭാര്യയായാലും രണ്ടു പേർ കൂടുമ്പോൾ ഇമ്പമാകണമെങ്കിൽ എന്തുണ്ടാകണം? എന്തുണ്ടാകണം? പൊതുവായിട്ടൊരു ചോദ്യമാണ്, പൊതുവിൽ ഉള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ അത് ഇമ്പമായി തീരണമെങ്കിൽ രണ്ടുപേരുടെ മനസ്സ് എന്തായിരിക്കണം? ഒന്നായിരിക്കണം. രണ്ടുപേരുടെ മനസ്സ് ഒന്നായിരിക്കണം. പണ്ട് രണ്ടുപേര് ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ബസ്സിൽ കയറുക. അപ്പൊ ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് ചോദിച്ചു. എന്താണ്? നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് മതി, ഞങ്ങൾക്ക് ഒറ്റ ടിക്കറ്റ് മതി. പണ്ടത്തെ ടിക്കറ്റാണ്, ഇപ്പോഴത്തെ ടിക്കറ്റ്. അപ്പൊ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ കമ്പ്യൂട്ടർ വഴി ഒരു പണ്ട് പറഞ്ഞതിന്റെ സ്ലിപ്പ് എഴുതി ടിക്കറ്റ്. എനിക്ക് പഴമയുള്ളവരിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് അറിയാം. പണ്ട് കാലഘട്ടത്തിൽ ടിക്കറ്റ് അറിയാവില്ല, ചീട്ട് പോലെ എഴുതി ടിക്കറ്റ് കൊടുക്കുന്ന ഇങ്ങനെ രണ്ട്. ഇപ്പൊ നമ്മൾ എത്ര പേര് കയറിയാലും അത്രയും പേർക്കും എന്ത് ചെയ്യും? അവര് ആ കണ്ടക്ടർ ഈ അതിന്റെ സ്ലിപ്പ്, അതിന്റെ ടിക്കറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പണ്ട കാലഘട്ടം. ഇപ്പോഴത്തെ കാലഘട്ടം രണ്ടു പേരായാലും ഒറ്റ സ്ലിപ്പേ ഉള്ളൂ. പണ്ട് രണ്ട് സ്ലിപ്പ് ഉണ്ടായിരുന്നു, രണ്ട് ടിക്കറ്റ്. അപ്പൊ അവര് പറഞ്ഞു ഒറ്റ ടിക്കറ്റ് മതി. അതെന്താ? അതായത് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ മേലാൽ രണ്ടല്ല, നിങ്ങൾ എന്താണ്? ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒറ്റ ടിക്കറ്റ് മതി. ഒരു തമാശയുണ്ടെങ്കിൽ പോലും അർത്ഥാൽ അത് ശരി തന്നെയാണ്. അത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പം ആകണമെങ്കിൽ, ഒരുമിച്ച് കൂടുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടുപേരുടെയും മനസ്സ് എന്തായിരിക്കണം? രണ്ടുപേരുടെയും മനസ്സ് എന്തായിരിക്കണം? രണ്ടായിരുന്നാൽ പറ്റത്തില്ല, അല്ലേ? ഈ കുരിശുംമുട്ടിൽ കുടുംബം ഇരിക്കുന്നത് പാലക്ക പോലെ. പാലക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞങ്ങളുടെയൊക്കെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പാലമരമുണ്ട്. രണ്ട് രീതിയിലുള്ള പാലമരമുണ്ട്. അപ്പൊ ഇതിൽ വേറൊരു പാല, ആ പാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു ഞെട്ടില ഇരിക്കുന്നത്. ഒന്നിന്റെ മുഖം അങ്ങോട്ടും ഒന്നിന്റെ മുഖം ഇങ്ങോട്ടും. എന്നാൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. പേരെന്താണ്? കുരിശുമൂട്ടിലെ കുടുംബം, അല്ലേ? ഇരിക്കുന്നത് പാലക്ക പോലെ എന്ന് പറഞ്ഞിട്ട് ചൊല്ല് പറയുന്നുണ്ട്. എന്നാൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ആ ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഇന്നിന്റെ കാലഘട്ടം മാറി വഴിമാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിശുദ്ധ വേദപുസ്തകം കുടുംബത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്, അല്ലേ? രണ്ടുപേർക്കും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ പണ്ട് ഭക്തന്മാര് പാടുമായിരുന്നു, ബാധയുണ്ടൻ കൂടാരത്തിൽ അനുരാത് മകനെ എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും പോകണ്ട, ബാധ എവിടെയുണ്ട്? എന്റെ കൂടാരത്തിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ബാധ നമ്മുടെ കൂടാരത്തിൽ, അല്ലേ? മലയാള പാട്ടിൽ പറയുന്നത്, മലയാളം പാട്ടുകാർ അതിന് നേരെ വിപരീതമായിട്ട് പാട്ടെഴുതി. എന്താണ് എന്താ ബാധയെ പറ്റി ഒരു പാട്ട് പാടുന്നുണ്ട്. ബാധ വടത്തില്ല, ബാധ അടുക്കത്തില്ല, അല്ലേ? ഒരു ബാധയും. യെസ്, ഓഫ് കോഴ്സ് അത് തന്നെ ആ പാട്ട് തന്നെ. ബാധത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. സത്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധയുള്ളത് ക്രിസ്തീയ കുടുംബങ്ങളുടെ അകത്താണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷനിൽ പെട്ടിട്ടുള്ള ഏകദേശമുള്ള കുടുംബങ്ങളുടെ അകത്താണ് ബാധ. അത് ആരിലൂടെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് കൂടുമ്പോൾ ഇമ്പമാകണമെങ്കിൽ എന്താണ്? രണ്ടു പേരും ഒരുമിച്ച് ജയിക്കണം, ഒരുമിച്ച് തോക്കണം. ഞാൻ സാധാരണ പറഞ്ഞൊരു കാര്യമാണ്, ഒരുമിച്ച് ജയിക്കണം, ഒരുമിച്ച് തോക്കണം. പക്ഷെ ഇത് ഒരുമിച്ച് ജയിക്കത്തുമില്ല, ഒരുമിച്ച് തോക്കത്തുമില്ല, അല്ലേ? വെയ് രാജ വെയ്, രണ്ട് പറഞ്ഞ നാല്
4 പറഞ്ഞാൽ 8, 8 പറഞ്ഞാൽ അങ്ങ് അതിൻ്റെതായ രീതിയിൽ അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം. അങ്ങനെ ആ ഒരു തലങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതല്ല ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പൗലോസ് ലീഗ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശക്തമായിട്ട് പൗലോസ് ലീഗ അത് എടുത്തെടുത്ത് ഇവിടെ പറയുന്നുണ്ട്. ജനറലായിട്ട് തന്നെ ഞാൻ ഇതിന്റെ നടുവിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഏറ്റവും കൂടുതൽ പിശാച് നോട്ടമിട്ടിരിക്കുന്നതും ദൈവമക്കളുടെ കുടുംബങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ദൈവമക്കളുടെ കുടുംബങ്ങളില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ദൈവദാസന്മാരുടെ കുടുംബങ്ങളില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് ദൈവത്തോട് എത്രത്തോളം കൂടെ ഇരിക്കാൻ പറ്റുന്നോ അതുപോലെയാണ്. പണ്ടൊരു ദൈവദാസൻ, എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഞാൻ പോയി ഒരു സഭയിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സഹോദരിയിൽ ഭൂതവളായി. ഞാൻ ആ ഭൂതത്തെ എന്ത് ചെയ്തു? അവനെ കൊണ്ടൊരു പോക്ക് പോയി. അവസാനം എന്തോ ചെയ്തും അതിനെ ശാസിച്ചു, ജയമെടുത്തു. ആ പെണ്ണുമുടിയൊക്കെ വലിച്ചിട്ട് ആകെ ബഹളം ഉണ്ടാക്കി. അങ്ങനെ ശാസിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അത് കോളിമല്ല് അടിച്ചു. കതവ് തുറന്നപ്പോൾ ദേ നിൽക്കുന്നു ആ ഭൂതം ഇവിടെ. ആരിൽ? ഭാര്യയിൽ. ഭാര്യ ഇങ്ങനെ നിൽക്കുക. മനുഷ്യ രാവിലെ പോയതല്ലേ, എന്താണ് ഇത്ര താമസം എന്ന് പറഞ്ഞുകൊണ്ട് ചൂരുമെടുത്തോണ്ട് നിൽക്കുന്ന രംഗം കണ്ട് പുള്ളി പറഞ്ഞു, അവിടെ ഞാൻ ശാസിച്ചത് നേരെ എങ്ങോട്ട് വന്നു? ഇവിടെ വീട്ടിൽ വന്നിട്ട് പിന്നെ അടുത്ത ശുശ്രൂഷ അറിയാലോ. അവിടുത്തെ ശുശ്രൂഷ വേറെ, ഇവിടുത്തെ ശുശ്രൂഷ വേറെ. സ്തോത്രം. ആരും കൈവെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അപ്പം അവിടുത്തെ ശുശ്രൂഷയല്ല ഇവിടുത്തെ ശുശ്രൂഷ. അപ്പം ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് 2 കെട്ടി കഴിഞ്ഞപ്പം അത് എന്ത് ചെയ്തു? മറ്റേടത്ത് യേശുവിന്റെ നാമം പറഞ്ഞ് ശാസിച്ചപ്പോൾ ആ പിശാച് പോയി. ഇവിടെ യേശുവിന്റെ നാമം പറഞ്ഞ് ശാസിച്ചാൽ ഈ പിശാച് പോകത്തില്ല. അതിന് എന്താണ്? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അങ്ങനെ വീര്യപ്രവർത്തികളാൽ ഉത്തരമരുളുന്ന ദൈവത്തിന്റെ ഉത്തരം എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞപ്പം 2 ഒതുങ്ങി. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം പ്രിയപ്പെട്ടവരെ, അപ്പം ഈ കുടുംബ തലത്തെ പറ്റി സവിസ്താരം പൗലോസ് ലീഗ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുള്ള പ്രബോധനത്തെ പറ്റി അല്ലേ പഠിച്ചിട്ടുണ്ട്. അപ്പം 1 ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി, 2 ഭാര്യ ഭർത്താക്കന്മാരുള്ള എന്താണ് പ്രബോധനത്തെ പറ്റി. 2 കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നത്. ആദ്യം അവരുടെ ബന്ധം, 2 പ്രബോധനം. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ബന്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു, 2 എന്താണ് പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ബന്ധം എന്താണ്? എന്താണ് ബന്ധം? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അല്ലേ? നമുക്കറിയാം, കല്യാണ ശുശ്രൂഷകളിൽ പൊതുവായിട്ട് ദൈവദാസന്മാർ പറയുന്ന ഒരു പദമുണ്ട്. ആദിയിൽ ഏദൻ ഭൂങ്കാവനത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഇറങ്ങി വന്നിട്ട് ആദാം എന്താണ് ഏകനെന്ന് കണ്ടു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു അനസ്തേഷ്യ കൊടുത്തിട്ട് ഉറക്കി കിടത്തി അവനെ എന്ത് ചെയ്തു? അവന്റെ ഭാര്യയിൽ നിന്നും ഒന്നെടുത്തിട്ട് ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്ത്രീയെ ഉണ്ടാക്കി അവന്റെ കണ്ണിന് മുമ്പിൽ വെച്ചു കൊടുത്തു. അവനാണ് പേരിട്ടതും അവനാണ് ജീവിതസഖിയാക്കിയതും. മനസ്സിലാകുന്നുണ്ടോ? ഈ സെലക്ഷൻ ദൈവം എപ്പോഴും വെച്ചിരിക്കുന്നത് ആർക്കാന്നറിയാമോ? മനുഷ്യർക്കാ വെച്ചിരിക്കുന്ന സെലക്ഷൻ. അതുകൊണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോൾ നല്ല പോലെ സെലക്ട് ചെയ്തോണം. മനസ്സിലാകുന്നുണ്ടോ? എവിടെ നിന്നായാലും ബന്ധങ്ങൾ വരുമ്പോൾ, കുടുംബ ബന്ധം വരുമ്പോ നിങ്ങൾ നല്ല പോലെ നോക്കിയിട്ട്, പണ്ട് കാരണവര് പറയടാ കണ്ണ് തുറന്ന് നോക്കണം, കണ്ണ് തുറന്ന് നോക്കിക്കോണം അല്ലെ? ചേട്ടൻ നല്ലതാണോ, ഏതെങ്കിലും വിഷയമുണ്ടോ, അല്ലെങ്കിൽ പെണ്ണിന് എന്തെങ്കിലും മുടന്നുണ്ടോ എന്നൊക്കെ നല്ല പോലെ നോക്കണം. കാരണം സെലക്ഷൻ ദൈവം വെച്ചിരിക്കുന്നത് മനുഷ്യർക്കാണ്. പിന്നെ കൊണ്ടുവന്നിട്ട് ദൈവം എനിക്ക് തന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ കിടന്നിട്ട് ഒന്നും പറയാൻ ഒക്കത്തില്ല അല്ലെ? ഒരു ബസ്സിൽ കയറിയാൽ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അടുത്ത ബസ്സിൽ കയറാം. മനസ്സിലാകുന്നുണ്ടോ? ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് ആൾക്കാർ കണ്ടപ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം അല്ലേ? നമുക്ക് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടമല്ലെങ്കിൽ അടുത്തൊരു വണ്ടി വാങ്ങിക്കാം. പക്ഷെ കുടുംബജീവിതം അങ്ങനെയല്ല. മനസ്സിലാകുന്നുണ്ടോ? കുടുംബജീവിതം അങ്ങനെയല്ല. കൈ കൊടുക്കുമ്പോൾ എന്താണ് പറഞ്ഞു വെച്ചിരുന്നെന്ന് അറിയാമോ? മരണം നമ്മളെ വേർപിരിക്കുന്നത് വരെ എന്ത് ചെയ്യരുത്? ഈ ബന്ധം മാറരുത്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ദൈവാസൻ പറഞ്ഞതുപോലെ, എൻ്റെ ദൈവാസനെ വേർപിരിക്കാൻ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ, വേർപിരിക്കാൻ ബൈബിളിൽ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നേ? ഡിവോഴ്സ് ആയെന്ന്. സ്തോത്രം. അങ്ങ് ടോപ്പ് തൊട്ട് ഡൗൺ വരെ എല്ലാവരും എന്ത് ചെയ്യനെ? ഡിവോഴ്സ് ആയേനെ. ഒരു റെഫറൻസ്. അവസാനം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനമെങ്കിലും ഒരു റെഫറൻസ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ?
ഈ മുഖം നോക്കിയും ഈ കഷ്ടപ്പെട്ടും ഇങ്ങനെയൊക്കെ താങ്ങിയും സഹിച്ചും ഒന്നും പോകത്തില്ല എന്റെ പൊന്നു പാസ്റ്ററെ എന്നേ. ഗ്ലോറി, സ്തോത്രം. അപ്പോ ബന്ധം അത് ദൃഢമാകണം. ഈ ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബന്ധം രണ്ട് അല്ലെ, പണ്ടൊരിടത്ത് എഴുതി വെച്ചിരുന്നു എന്താണ്, വെഡിങ് എന്നുള്ളതിന് വെൽഡിംഗ് എന്ന് എഴുതി വെച്ചത്. എന്താണ് വെഡിങ് എന്ന് എഴുതാനുള്ളത്, അത് ലിപി മാറിപ്പോയി. വെഡിങ് എന്നുള്ളതിന് അവര് നോക്കിയപ്പോൾ ബോർഡ്, പിന്നെ രാവിലെ ഒന്ന് ബോർഡ് നോക്കിയപ്പോൾ വെൽഡിംഗ് എന്നായിപ്പോയി. അപ്പൊ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അയ്യോ നമുക്ക് വെഡിങ് എന്ന് പറഞ്ഞ വെൽഡിങ്. അപ്പൊ എഴുതിയ ആളുടെ വിളിച്ചത് പറഞ്ഞു, നിങ്ങൾ എന്നാ പരിപാടിയെ കാണിച്ചേ, നല്ലൊരു മുഹൂർത്തോടെ നടക്കാൻ പോവാ, വെഡിങ് എന്നുള്ളത് നിങ്ങൾ വെൽഡിംഗ് ആക്കി വെച്ച്. ഈ എഴുതിയ വെട്ടിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? പുള്ളി പറഞ്ഞു രണ്ടും ഒന്നല്ലേ, വെഡിങ് ആയാലും വെൽഡിംഗ് ആയാലും ഒന്നല്ലേ. എന്താണ് വെഡിങ്ങിൽ നമ്മൾ എന്താണ് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്നു, വെൽഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, രണ്ട് ലോഹങ്ങളെ തമ്മിൽ ഊട്ടി യോജിപ്പിക്കുന്നു. രണ്ടും അർത്ഥം കൊണ്ട് ഒന്ന് തന്നെയാണ്. രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ച്, രണ്ട് മാതാപിതാക്കളാൽ ജനിച്ച് അല്ലെ, രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന്, രണ്ട് രീതിയിലുള്ള ചുറ്റുപാടുകളിൽ കഴിയുന്ന രണ്ട് പേരെ കൊണ്ടുവന്നിട്ട് ദൈവദാസന്മാരുടെ മുൻപാകെ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പരം കരം കൊടുത്ത് ബന്ധിപ്പിക്കുന്ന അല്ലെ, യോജിപ്പിക്കുന്ന. അതിനിടയ്ക്ക് ഒരു പദവും കൂടെ പറയും, മുപ്പരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല എന്ന് പറഞ്ഞ് യോജിപ്പിക്കുന്ന. സത്യത്തിൽ വെഡിങ് അതൊരു വെൽഡിങ് തന്നെയാണ്. വെഡിങ് അതൊരു വെൽഡിങ് തന്നെയാണ്. ആ ബന്ധം അറ്റുപോകാത്ത ബന്ധം അല്ലേ. പ്രത്യേകിച്ചാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരട് കൊണ്ടോ ഒരു നൂല് കൊണ്ടോ ഒരു സ്വർണം കൊണ്ടോ മറ്റേതെങ്കിലും കൊണ്ടോ അല്ല യോജിപ്പിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് ഇരു ഹൃദയങ്ങളെ, ഇരു വ്യക്തികളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബന്ധം. രണ്ട് പേരെ യോജിപ്പിക്കുന്ന ആരാണ്? കർത്താവാണ്. രണ്ട് ബന്ധങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബന്ധത്തെ പറ്റി പൗലോസ്ലീഹ എടുത്ത് പറയുന്നു, രണ്ട് പേരെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത് ആ ബന്ധം നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ആ ഭാര്യ ഭർത്തന്മാരുടെ ബന്ധത്തെ പറ്റി മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ബന്ധം നമുക്കറിയാലോ, രണ്ട് സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് ബന്ധിപ്പിച്ച് നിർത്തുകയാണ്. ഊരിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഈ അടുത്തിടയിലായിട്ട് കുറെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അതായത് ഡിവോഴ്സിനെ പറ്റി. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ വിവാഹമോചനം തെറ്റോ ശരിയോ? വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ, എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വ്യക്തികൾക്ക് ഡിവോഴ്സ്, അതായത് വിവാഹബന്ധം വേർപിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെ പറ്റിയുള്ള വലിയൊരു ഡിബേറ്റ് ഈ അടുത്തിടയിൽ. അതിനകത്ത് ചെയ്യാമെന്നൊരു ഭാഗം പറയുന്നു, അതിനെ പറ്റില്ല എന്ന് വേറൊരു ഭാഗം പറയുന്നു. ഒരു ഭാഗം ശരിയെന്ന് പറയുന്നു, മറുഭാഗം തെറ്റെന്ന് പറയുന്നു. ഏതായാലും ഇതൊരു വല്ലാത്ത യുഗമാണ്, വല്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഉള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ, പിശാച് ആ ബന്ധത്തെ വിച്ഛേദിപ്പിക്കാതെ കൂട്ടിയോജിപ്പിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഭാര്യയോടുള്ള 4 നിർദ്ദേശങ്ങൾ, ഭാര്യമാരോടുള്ള 4 നിർദ്ദേശങ്ങൾ നോക്കണേ. ഈ ഭാര്യമാരോടുള്ള 4 നിർദ്ദേശങ്ങൾ. ഒരിക്കൽ ഒരു സെൻട്രൽ പാസ്റ്റർ, നിങ്ങളുടെ എല്ലാവരുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാം, ഒരു സെൻട്രൽ പാസ്റ്റർ പുള്ളിക്കാരന്റെ അസിസ്റ്റന്റായി നിൽക്കുന്ന ലോക്കൽ സഭയിലെ ഒരു പാസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ പറയാതെ പുള്ളി വന്നത്, സെൻട്രൽ പാസ്റ്റർ പറയാതെ ആ വീട് പാഴ്സനേജിലേക്ക് വന്നു. പാഴ്സനേജിൽ വന്നപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂട്ടയാടി, ആകെ ബഹളം. അപ്പൊ ദൈവദാസൻ വന്നു, കോളിമെല്ല് അടിച്ചു, കണ്ടു. അപ്പൊ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ദൈവദാസൻ അല്ല നിങ്ങളുടെ പാസ്റ്റർ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇയാള് എന്നെ എന്ത് ചെയ്തു, ഒതിരെ തല്ലി എന്ന് സെൻട്രൽ പാസ്റ്ററിനോട് പറഞ്ഞു. സെൻട്രൽ പാസ്റ്റർ എല്ലാം ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒതുക്കിയിട്ട് അവസാനം എന്ത് ചെയ്തു, പുള്ളിക്കാരൻ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വന്നു. പാസ്റ്റേഴ്സ് മീറ്റിംഗ് വന്ന സമയത്ത് അദ്ദേഹം വചനത്തിലൂടെ പറഞ്ഞു, ഭാര്യമാരെ തല്ലരുത്. പുള്ളി എന്ത് പറഞ്ഞു? ഭാര്യമാരെ തല്ലരുത്. ഇവിടെ പലരും അങ്ങനെ തല്ലുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിരിക്കുകയാണ്. അറിവ് മാത്രമല്ല, എന്റെ കണ്ണാൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് പൊതുവേ എനിക്ക് പറയാനൊരു ദൂതുള്ളത്, പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഭാര്യമാരെ നിങ്ങൾ തല്ലരുത്. അപ്പൊ ദൂത് നമ്മുടെ മറ്റേ പാസിന് കിട്ടി. അപ്പം അറിയാലോ, ദൈവത്തിന്റെ വചനം എന്താണ്? ഇരുവാഴ്ത്തലയുള്ള വാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയുമെന്നുള്ളത്. അപ്പൊ മുറിഞ്ഞു കിട്ടിയ പാസ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ച സമയത്ത് ഈ അടി കൊടുത്ത പാസ്റ്റർ പുള്ളിങ്ങ് ചാടി ഇരുന്നിട്ട്
ചാഴിത് പറഞ്ഞു, പാസ്റ്ററെ വചനം എന്താണ്? ഭാര്യമാരെ തല്ലരുത്. എനിക്ക് ഒറ്റ ഭാര്യയേ ഉള്ളൂ, അവളെ ഞാൻ തല്ലുവെന്ന്. പുള്ളി പറഞ്ഞ എന്താണ്? ഭാര്യമാരെ തല്ലരുത്. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ തല്ലത്തില്ലായിരുന്നു. പക്ഷേ എന്തു പറയാൻ, എനിക്ക് ഒരാളേ ഉള്ളൂ. അതിനെ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പം തല്ലിയെന്നിരിക്കും, ചിലപ്പം വഴക്ക് പറഞ്ഞെന്നിരിക്കും, ഉപദ്രവിച്ചെന്നിരിക്കും. അത് എന്റെ രീതി. അത് ഒന്നേ ഉള്ളതുകൊണ്ടാ. ഒന്നുണ്ടെങ്കിൽ ഉലക്കയ്ക്ക് അടിക്കണമെന്നാണ്. അപ്പൊ ഒന്നുണ്ടെങ്കിൽ ഉലക്കയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഒന്നുള്ളതുകൊണ്ടാ ഞാൻ അടിച്ചെന്ന് പറഞ്ഞു. സെൻട്രൽ പാസ്റ്റർ വല്ലതും പറയാൻ പറ്റുമോ? ഭാര്യമാരേ എന്നുള്ള പരത്തല്ലേ പറഞ്ഞത്. പുള്ളി എല്ലാവരും കൂടെ ഉൾക്കൊണ്ടാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ പുള്ളി പറഞ്ഞു, എനിക്ക് ഒത്തിരി ഭാര്യമാരില്ല, ഒറ്റ ഭാര്യയേ ഉള്ളൂ. അങ്ങനെയുള്ള കൃപ ഒന്നും വ്യാപരിക്കാതിരിക്കട്ടെ. ഒരു ചെറുതായ രീതിയിൽ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ ഒരു വരുത വന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം അതൊരു വലിയ ബന്ധമാണ്. അതൊരു വലിയ ബന്ധമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വലിയൊരു ബന്ധമാണ്, അല്ലേ? ഒരു കുടുംബം ദൈവം ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നത് അത് വലിയൊരു ബന്ധമാണ്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് കേട്ടില്ലേ? കുടുംബ ബന്ധം. കുടുംബ ബന്ധം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനകളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, അല്ലെ? അപ്പൊ കുടുംബങ്ങൾ ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ ആ ഒരു ബന്ധം, അല്ലെ? ചിലർ പറയല്ലേ അത് ഇന്ന വ്യക്തി, അയ്യോ അത് ഞങ്ങളുടെ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് ആ രീതിയിൽ ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. ആ ബന്ധത്തെ, ബ്ലഡിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ റിലേഷനെ പറ്റി, ബന്ധത്തെ പറ്റി പറയുന്നത്, ചിലരൊക്കെ ബന്ധത്തെ പറ്റി പറയുമ്പം വാചാലരാകുന്ന കണ്ടിട്ടില്ലേ? സ്തോത്രം. അപ്പോ ബന്ധം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോ ഇനി ഭാര്യമാരോടുള്ള 4 നിർദ്ദേശങ്ങൾ അപ്പൊ നമ്മൾ വായിച്ച വചനത്തിൽ നമ്മുടെ പ്രിയ സഹോദരി വായിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന്, കർത്താവിനെന്ന പോലെ, ഒന്നാമതായിട്ട് കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങണം. കർത്താവിന് എന്ന പോലെ. ആർക്കെന്ന പോലെ? കർത്താവിന് എന്ന പോലെ, യേശുവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഒന്നാമതായി എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഇന്നിപ്പോ സമത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എടാ പോടാ വിളിക്കുന്നവരാണ്, അല്ലേ? ഭാര്യയും ഭർത്താവും എന്താണ്? എടാ പോടാ വിളിക്കുന്നവരാണ്. സാറായി അബ്രഹാമിനെ എങ്ങനെ വിളിച്ചു? സാറായി അബ്രഹാമിനെ വിളിച്ചത് എന്താണെന്നറിയാമോ? അഡോനായി. ഞാൻ പറയുന്ന പദം നിങ്ങൾക്ക് സൂമിൽ നല്ലപോലെ കേൾക്കാൻ പറ്റും തോന്നുന്നു. അഡോനായി, അല്ലേ? എന്ന് പറഞ്ഞാൽ അർത്ഥം യജമാനനെ. അത്രയൊന്നും താഴെ പോയില്ലേലും, ഒരു അഡോനായി പറഞ്ഞില്ലേലും എന്ത് ചെയ്യണം? ഇന്ന് ഭർത്താക്കന്മാരെ വിളിക്കുന്ന വിളി കേട്ട് കഴിഞ്ഞാൽ സഹോദരിമാര് സദയം ക്ഷമിക്കണേ. പാസ്റ്റർ ഇത് എന്ത് പറ്റി എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആരും, അല്ലെങ്കിൽ നമ്മുടെ സാറിന് എന്ത് പറ്റി എന്നുള്ളത്. കാരണം എഫെസ്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പഠിപ്പിച്ച യോഗത്തിൽ. അതുകൊണ്ടാണ് സ്തോത്രം. ഇന്ന് കീഴടങ്ങിയിരിക്കാൻ നമ്മുടെ ഒരു സഹോദരി പറഞ്ഞതുപോലെ എനിക്ക് കീഴടങ്ങാൻ മനസ്സില്ല. ഇയാളെ പണി നോക്ക്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ബന്ധം എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് എവിടെയാണെന്നറിയുമോ? ക്രിസ്തീയ മേഖലകളിൽ. ഇവിടെ ഹൈന്ദവർക്കും മുസ്ലിംസ് അവർക്കൊക്കെ ഭയമുണ്ട്. ഒരു ഭയമില്ലാത്തത് ക്രിസ്തീയ വ്യക്തികൾക്കാണ്. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർത്ഥം ഒന്നേ ഉള്ളൂ, എന്താണ്? കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ ഞാൻ എന്ത് ചെയ്യും? കടിഞ്ഞാനിട്ട് കാക്കും. ഇന്നാരും കടിഞ്ഞാനിട്ട് കാക്കത്തില്ല, മൈക്ക് വെച്ച് കിട്ടുക ഓളാമ്പി വരെ, അല്ലെ? ഇപ്പം ഭർത്താവ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യും? കീഴടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ, കീഴടങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും, അല്ലെ? അതേ കിടന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, അല്ലെ? ഇതങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാ പിന്നെ ഇതാ ഇരിക്കട്ടുന്ന, താ പിടിച്ചോ. അപ്പൊ കീഴടങ്ങുന്ന ഒരു മനോഭാവം ഇന്നിന്റെ തലമുറകളിലില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വീടുകളിൽ നമ്മൾ കണ്ടു വളർന്നതല്ല ഇങ്ങനെ കീഴടങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായി, അല്ലേ? അപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വിലയായിരുന്നു, അല്ലേ? അമ്മ പോലും അപ്പന്റെ മുമ്പിൽ വന്നിട്ട് നേരെ വിരൽ ചൂണ്ടി എന്ത് ചെയ്യത്തില്ല? സംസാരിക്കത്തില്ല. പിന്നെ ദാണ്ടേ എന്നൊക്കെ പറഞ്ഞ് ദൂരെ മാറി നിന്നെന്ത് ചെയ്യും?
ആ ഒരു കീഴടങ്ങുന്ന ഒരു മനോഭാവം പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിന്റെ കാലഘട്ടം കീഴടങ്ങുന്നതല്ല, അല്ലേ? ഇന്നെങ്ങനെയാണ്? ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വരുമ്പോൾ സിറ്റൗട്ടിൽ കാലുമേ കാലുകൂട്ടിയിരിക്കും ഭാര്യ. എന്നാൽ പുള്ളി കയറി വന്ന ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് ഇരിക്കും, ഫോണിൽ തന്നെ അങ്ങ് ഇരിക്കും. എന്നാൽ കയറി വന്നാൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അടുത്തല്ലേ കണ്ടായിരുന്ന ഒരു വാർത്ത, ഇവിടെ എനിക്ക് തോന്നുന്നു വടക്കൻ മേഖലയാന്ന് തോന്നുന്നു, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവ് കയറിയപ്പം ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വന്ന ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക TV കണക്ഷൻ എന്ത് ചെയ്തു? പവർ സപ്ലൈ ഓഫ് ചെയ്തു. അതിൽ കലിപൂണ്ട സഹോദരി എന്ത് ചെയ്തു? ആ ഭർത്താവിനെ എന്ത് ചെയ്തു? തലക്കടിച്ചു കൊന്നു. നിങ്ങൾ കണ്ടത് ഈ അടുത്തിടയല്ലേ, ഇപ്പം കണ്ട 1 മാസം 2 മാസം പോലും ആയില്ല. രക്തം ചെയ്യാൻ ഗ്ലോറി. മനസ്സിലാകുന്നുണ്ടോ? അതാണ് എന്റെ പ്രത്യേകത. മനസ്സിലാകുന്നുണ്ടോ? എന്താ ഏതാ എപ്പോഴും നടക്കണം എന്നാൽ കീഴടങ്ങാൻ മനസ്സില്ല. കാലുമേ കാലൊക്കെ വെച്ച് അവരങ്ങ് അതിൻ്റെതായ പ്രൗഢിയിൽ വേണ്ട, എന്തോ ആയിക്കോട്ടെ, ഏത് ലെവലും ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം. എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരെല്ലാം MBBS ഡോക്ടേഴ്സ് ആണ്. പക്ഷെ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ കാര്യം, അവര് ഡോക്ടറാണ്, അവരെല്ലാവരും ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രിസ്റ്റും ലെവലിൽപ്പെട്ടവരാ. പക്ഷെ ഭർത്താക്കന്മാര് അവര് ബിസിനസ് ലെവലിലും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാ. അവര് വീട്ടിലോട്ട് വന്നാൽ ഉടനടി അവര് മൊബൈലിലാണെങ്കിലും TV-യിലാണെങ്കിലും എന്തിലായാലും അതെല്ലാം മാറ്റിയിട്ട് അവർ അപ്പോഴേ സ്റ്റാൻഡ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കും. അവരെഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യും? എന്തുണ്ട്, കുടിക്കാൻ വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു മനോഭാവം. അതാണ് ഒരു കീഴ്പ്പെടുന്ന മനോഭാവം, അല്ലെ? ഒന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്ന മനോഭാവം. ദേഷിച്ചിരിക്കുന്ന ഭർത്താവിന് മുമ്പിൽ കീഴ്പ്പെടുന്ന മനോഭാവം. എരുതിയിൽ എണ്ണ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കുക. അടുത്തത് എന്താണ്? അപ്പോ അടുത്തത് സ്വന്തം എന്താണ്? സ്വന്തം ശിരസിനെ തിരിച്ചറിയുക. സ്വന്തം ശിരസിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ തല എന്ന് പറയുന്നത് പുരുഷനാണ്. സ്ത്രീയുടെ തല പുരുഷനാണ്. അപ്പം ആ തലയെ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. പുരുഷന്റെ തല ക്രിസ്തു. മനസ്സിലാകുന്നുണ്ടോ? സ്ത്രീയുടെ തല പുരുഷനാണെങ്കിൽ പുരുഷന്റെ തല ക്രിസ്തുവാണ്. പുരുഷൻ തലയാകുന്ന ക്രിസ്തുവിന് എപ്രകാരമായിരിക്കുന്നുവോ, എങ്ങനെ തിരിച്ചറിയുന്നുവോ, അതുപോലെ സ്വന്തം ശിരസിനെ തിരിച്ചറിയാൻ ഒരു മനോഭാവം ആർക്കുണ്ടാകണം? സഹോദരിമാർക്കുണ്ടായിരിക്കണം. അതായത് ഭാര്യമാർക്ക് ഉണ്ടായിരിക്കണം. ശിരസിനെ തിരിച്ചറിയ, ഇതെന്റെ ശിരസ്സാണെന്നുള്ള ഒരു ഞാൻ, അത് ശിരസ്സാണ്, ഞാൻ അവയവമാണ്, അല്ലെ? തല പോയാൽ വല്ലതും ഉണ്ടോ? മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. അതിലെ പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്ന് കയറിയപ്പോ ഡോക്ടർ പറഞ്ഞു, മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുകയാണ്. തലയ്ക്ക് ക്ഷതമേറ്റതുകൊണ്ട് തല പൂർണ്ണമായിട്ട് ഡെഡ് ആയിരിക്കുകയാണ്. തല ഡെഡായി കോമ സ്റ്റേജിൽ കിടക്കുമ്പോൾ അവർ പറഞ്ഞു ഒന്നുകൊണ്ടും പറ്റത്തില്ല. കാരണം തലയ്ക്കാണ് പറ്റിയിരിക്കുന്നത്. അവയവത്തിന് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്തും റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ തലയ്ക്ക് വന്നതുകൊണ്ട് ഒരു രക്ഷയുമില്ല. 3-ാം പക്കം അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് പുറത്തു കൊണ്ടുവന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അപ്പോ തല തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ ശിരസ്, സഹോദരിമാര് അല്ലെങ്കിൽ ഭാര്യ, ഇതെന്റെ തലയാണ്, ഇതെന്റെ ശിരസ്സാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അതിന് ക്ഷതമേറ്റു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കുവാൻ കഴിയത്തില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു തിരിച്ചറിവ് ഭാര്യമാർക്ക് ഉണ്ടായാൽ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു ശിരസ് പോണെങ്കിൽ പോട്ടെ, ക്ഷതമായെങ്കിൽ പോട്ടെ, അടുത്തത് കിട്ടും എന്നൊരു ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അല്ലേ? അങ്ങനെയല്ല, ഇതെന്റെ എന്താണ് ശിരസ്സാണെന്ന് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനി സകലത്തിലും എന്ത് ചെയ്യുക? കീഴടങ്ങിയിരിക്കുക. ഒന്നാമതായി കർത്താവ് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുമ്പോൾ തന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? ശിരസ്ഥാനം തിരിച്ചറിയുക. ഇനി സകലത്തിലും കീഴടങ്ങിയിരിക്കുക, അല്ലെ? സകലത്തിലും കീഴടങ്ങിയിരിക്കുക. ഒത്തിരി കാര്യാദികൾ ഇതിനകത്ത് ക്ലാസിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയണമെന്നുള്ളപ്പോൾ ഇത് ലൈവായിട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടട്ടെ. സകലത്തിലും സഹോദരിമാരെന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ഇനി 4 എന്താണ്? ഭർത്താക്കന്മാരെ ബഹുമാനിക്കും.
നേരത്തെ പറഞ്ഞത് അഡോനായി എന്ന് വിളിച്ചില്ലേലും ബഹുമാനിക്കണം. ഭർത്താവിന് എന്ത് ചെയ്യണം? ബഹുമാനം കൊടുക്കണം. ഭാര്യമാർ കൊടുക്കുന്ന ബഹുമാനമാണ് മക്കൾ കണ്ടുണരുന്നത്. ഭാര്യ കൊടുക്കുന്ന ബഹുമാനമാണ് പുറത്തുള്ളവർ തിരിച്ചറിയുന്നത്. ഭാര്യ കൊടുക്കുന്ന ബഹുമാനമാണ് എൻ്റെ അച്ചായനെ ഇനി എത്ര കുറവുള്ളവനായാലും എത്രമാത്രം ധനനാണ വ്യക്തിയായാലും ഏത് രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും ശരി തന്നെ, ഏത് ബന്ധത്തിന് അടിമപ്പെട്ട വ്യക്തിയായാലും ശരി തന്നെ, ബഹുമാനിക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അവനെ ബഹുമാനിക്കും. ഇല്ലെങ്കിലോ ഭാര്യയെ വിളിച്ചിട്ട് ഹലോ നിങ്ങൾ അറിഞ്ഞോ, ആ എന്തുവാ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ ദേടെ ബൈക്കില് വേറൊരു വ്യക്തിയുമായിട്ട് പോന്ന കണ്ടു. ഓ അതാരാ? നിങ്ങളുടെ ഭർത്താവേ ശരിയല്ല, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാണ്. അപ്പൊ ഉടനെ ഭാര്യ പറയാം, ഓ എനിക്കും അങ്ങോട്ട് സംശയം ഉണ്ടായിരുന്നു, ഞാനും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു, എന്റെ മനസ്സിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് ചരക്ക് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും വാങ്ങിച്ച് ആകെ ബഹളമായി പ്രകടനമായി അവസാനം ഭാര്യ എന്താണ് ബഹുമാനം കൊടുക്കാതെ ഭാര്യ ഭർത്താവിനെ അപമാനപ്പെടുത്തുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്ന് പറയാം, അവിടെ വെച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യുക? മുതലെടുക്കുക ചെയ്യണേ. പലരും അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഫോൺ കോളിൽ കൂടിയായിരിക്കാം. ഭർത്താവിനെ പറ്റി അവരെന്തെങ്കിലും മോശമായിട്ടുള്ള ആൾക്കാർ മോശമായിട്ട് പറഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ പ്രതികരിച്ചും കൊണ്ട് ആ ഭർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ബഹുമാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിക്കാനിരിക്കുക. ഭർത്താവിനെ പറ്റി എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പറഞ്ഞ് അവരോടൊപ്പം കൂട്ടുകൂടി അല്ലെ, അവരോടൊപ്പം ചേർന്ന് അവസാനം പട്ടണവാതിക്കൽ എന്താണ് ഭർത്താവിന്റെ ശിരസ് കുനിയെ ചെയ്യുന്നു. എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. ഞാൻ പറയുമ്പോൾ ദൈവമക്കൾ അത് വളരെ സവിസ്താരം ഏറ്റെടുക്കണം. പല ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയ യുഗത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. എന്നെ വിളിക്കുന്ന പല ദൈവദാസന്മാരോട് പറയാറുണ്ട്, എന്റെ പൊന്നു ദൈവദാസനെ, എന്റെ ഭാര്യ മുഖാന്തരം ഒത്തിരി ശുശ്രൂഷകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു എന്താ കാരണം? എന്നെപ്പറ്റി ഒത്തിരി അപവാദങ്ങൾ, ജീവിതത്തിൽ ഒത്തിരി അപവാദങ്ങൾ വന്നപ്പോൾ ഭാര്യ അതിനെ സപ്പോർട്ട് ചെയ്തു, ഭാര്യ അതിന് കൂട്ടുനിന്നു. എന്നാൽ അതിന് എന്റെ ഭർത്താവ് അങ്ങനെയല്ല, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ സ്വന്തം ശരീരം ബന്ധം അതാ ഇത് ആ ബന്ധത്തിൽ നിന്നും വിച്ഛേദിച്ചിട്ട് മറ്റു ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പല ഭർത്താക്കന്മാരുടെയും തല കുമ്പിട്ട് കൂനിയായ സ്ത്രീയെ പോലെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മേഖലയിലേക്ക് അവരെത്തപ്പെട്ടു പോയി. എത്രയോ പേരുടെ ജീവിതം അവതാളത്തിൽ കഴിയുന്നു, എത്രയോ പേര് കണ്ണീരിന്റെ വക്കിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഭാര്യ എന്ത് ചെയ്യണം? ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടിയില്ല, ചില പറയാണ്ട് ഇങ്ങോട്ട് നീ എനിക്ക് ബഹുമാനം താ, നിനക്ക് ഞാൻ ബഹുമാനം തരാം, നീ എന്നെ സ്നേഹിക്ക്, ഞാൻ നിന്നെ സ്നേഹിക്കാം. അങ്ങനെ ഒരു പദമില്ല പ്രിയപ്പെട്ടവരെ, സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അല്ലെ. ചില വ്യക്തികൾ പറയാറുണ്ട്, ചന്ദ്രക മേശയ്ക്ക് അഭേദനോപം എന്താ പറഞ്ഞത്? എരിയുന്ന തീച്ചുളയിൽ ഇടും എന്ന് പറഞ്ഞ് അവരോട് വലിയ രീതിയിൽ രാജാവ് തീർപ്പ് കൽപ്പിച്ചപ്പോൾ മറ്റുള്ളവർ കാലയെ പിടിച്ചുകൊണ്ട് പോയി നിന്നെ തീക്കകത്ത് ഇടുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു പദം പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതുപോലെ നിൽക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹമാണ്. അവരെന്ത് പറഞ്ഞ പദം എന്താണ്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സഹോദരിമാര് പ്രത്യേകാൽ അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞോട്ടെ, ഭർത്താവ് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ഭർത്താവ് സ്ഥാനം തന്നാലും ഇല്ലെങ്കിലും, ഭർത്താവ് നിങ്ങളെ ഒത്തിരി പുകഴ്ത്തിയാലും ഇല്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ന്യൂനതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്മാർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ പ്രത്യേകം വിളിച്ച് പറയട്ടെ, ബഹുമാനിക്കണം. നിങ്ങൾ ബഹുമാനിക്കാൻ തയ്യാറാണ്. രണ്ട് കുടുംബക്കാര് ഒരുമിച്ച് ആലോചിച്ച് രണ്ടുപേരുടെ ഇഷ്ടത്തിൽ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്ന തലത്തിൽ ചിലപ്പം നമ്മൾ പറയുന്ന പോലെ ചട്ടിയും കലവും ആവും, തട്ടിയും മുട്ടിയിരിക്കും. ചിലപ്പം എന്തും ചെയ്യാൻ സാധ്യതകളുണ്ട്. പിശാച് കഴിയുമെങ്കിൽ കുടുംബങ്ങളെ തകർക്കാനും വൃതന്മാരെ തെറ്റിക്കാനും ഉള്ള പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, കീഴ്പ്പെടാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ബഹുമാനിക്കാൻ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, സകലതും തിരിച്ചറിയാൻ എന്റെ തലയാണെന്ന് തിരിച്ചറിയാൻ ഭാര്യ ഉണ്ടെങ്കിൽ, ആ കുടുംബ ബന്ധത്തെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ ചേർന്ന് കർത്താവിന് സ്തോത്രം പറയാനിട വരും? എത്ര പേർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാനിട വരും? ഇത് പിശാചിന്റെ കളിയാണ്, ഇത് പിശാചിന്റെ തന്ത്രമാണ്.
മേൻ നമ്മൾ തിരിച്ചറിയാൻ തയ്യാറായാൽ കുടുംബ ബന്ധങ്ങൾ ശക്തീകരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും തകർന്നുകൊണ്ടിരിക്കുന്നതും പിശാച് കളിച്ചുകൊണ്ടിരിക്കുന്നതും കുടുംബത്തെയാണ്. ആദിയിൽ പിശാച് കളിച്ചത് എവിടെയാ? ആലോചിച്ച് നോക്കിയേ. ആദിയിൽ പിശാച് കളിച്ചത് എവിടെയാണ്? കുടുംബത്തിലൊക്കെ കളിച്ച്. ആദം ഒറ്റയ്ക്കുള്ളപ്പോൾ സിംഗിൾ ആയിരിക്കുന്ന സമയത്തൊന്നും പിശാച് കളിച്ചില്ല. കളിച്ചോ? നിങ്ങൾ സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾ കുടുംബം എന്ന ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെയാണ് പിശാച് കളിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് പിശാച് തന്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങുന്നത്. എന്നെ സവിസ്താരം കേൾക്കുന്ന ദൈവമക്കൾ വളരെ മനസ്സിലാക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ പ്രത്യേകാൽ സഹോദരിമാര് അറിയാത്തവരായിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒന്നാം കുടുംബത്തെ തകർത്ത പിശാച് ഇന്നലകളിൽ പല കുടുംബങ്ങളെയും തകർത്ത പിശാച്, നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പല ദൈവദാസന്മാരുടെയും കുടുംബ ബന്ധം തകർത്ത പിശാച്, ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്ന പിശാച്, അതിശക്തമായി ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ കുടുംബജീവിതത്തെ തകർത്ത പിശാച് ഇന്നും അവന്റെ ജൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറയുന്നതോട് ചേർന്ന് ഞാൻ നിന്നുകൊണ്ട് പറയുകയാണ്, കീഴ്പ്പെടാൻ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ, തലയാണെന്ന് തിരിച്ചറിയാൻ, എന്റെ ഭർത്താവാണെന്ന് തിരിച്ചറിയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, സകലത്തിലും കീഴടങ്ങിയിരിക്കാനും ബഹുമാനിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ ആ കുടുംബത്തെ പിശാച് എന്ത് ചെയ്യത്തില്ല, തകർക്കത്തില്ല, ഉടക്കത്തില്ല. ആ കുടുംബം പണിയുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് നിർദ്ദേശങ്ങളാണ് അല്ലെ, എന്താണ്, പ്രബോധനമാണ്. ഇതൊരു നിങ്ങൾ പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരാൻ പൗലോസ് ലീഗ പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഭർത്താക്കന്മാരെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഭർത്താക്കന്മാരെ പറ്റി പറയുന്നത് സ്വന്തം ശരീരത്തെ പോലെ എന്ത് ചെയ്യണം? സ്വന്തം ശരീരത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നതായ കടമകൾ അന്യോന്യം ദൈവഭയത്തിൽ എന്ത് ചെയ്യണം? അവരെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം എന്നുള്ള കാര്യത്തിലെല്ലാം പൗലോസ് ലീഗ ഓരോന്നായിട്ട് അക്കമിട്ട് പറയുന്നുണ്ട്. നോക്കണേ, ഇപ്പോ സമയം എത്രയായി? എത്രയാ? 58 ഓക്കെ, ഞാനതാ പെട്ടെന്ന് നോക്കിയ സമയം അതിക്രമിച്ചു പോയി. നമ്മൾ ഇന്ന് കേട്ടതായിട്ടുള്ള ചിന്തകൾ ആത്മനിറവിലുള്ള ക്രിസ്തീയ ജീവിതത്തെ പറ്റി പഠിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന നടവിനെ പറ്റി, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതെങ്ങനെ നടക്കണം എന്നുള്ളതിനെ പറ്റി ഭാര്യമാരോടുള്ള 4 നിർദ്ദേശങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത് ഭർത്താക്കന്മാരുള്ള നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ സഭയും ക്രിസ്തുവും, ക്രിസ്തുവാര്, സഭയാര്, അപ്പം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സവിസ്താരം ഇവിടെ പഠിക്കാൻ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലുണ്ട്. ഇപ്പോൾ നമ്മുടെ സമയം ഒത്തിരി അതിക്രമിച്ച് പോയത് കൊണ്ട് കടക്കുന്നില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവമക്കൾ അനിവാര്യമായിട്ട് അത് ഏറ്റെടുത്ത് നമ്മുടെ പ്രവൃത്തിപത്തിൽ കൊണ്ടുവന്ന് ദൈവം ആ തരത്തിൽ നമ്മളെ മാനിപ്പാൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എഫെസ്യ ലേഖനത്തിന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം 18 മുതൽ 21 വരെ പഠിച്ചു. അതിനുശേഷം 5:22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ബാക്കി ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യാദികൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി വന്ദനത്തെ ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ ദൈവദാസന് കൈമാറുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സമയം വരെയും നാം ദൈവവചനം പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എഫെസ്യ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ നിന്ന് പ്രത്യേകിച്ച് ആത്മനിറവിൻ ജീവിതത്തെക്കുറിച്ചും അപ്പോൾ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ട കടപ്പാടുകളും അവരുടെ ബന്ധങ്ങളും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും പ്രായോഗികമായി തന്നെ ചില ചിന്തകൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്തൃദാസൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാനും
ദൈവവചനം ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി നിൽപ്പാനും ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. നിശ്ചയമായും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ധന്യകരമായ അനുഭവം ഉളവാകുവാൻ ദൈവവചനത്തിന്റെ സത്യങ്ങൾ കൊത്തവണ്ണം നാം ആയിത്തീരുന്നെങ്കിൽ ആ കുടുംബങ്ങൾ ഏറ്റവും മനോഹരമായി മുൻപോട്ട് പോകുമെന്നുള്ളത് നാം ശ്രദ്ധിപ്പാനിടയായി. ആത്മനിറവിൻ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ ശക്തമായ നിലയിൽ ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അതിനെ വിഘടിപ്പിച്ച് അതിൻ്റെതായിരിക്കുന്ന പാഠങ്ങൾ വിവിധ നിലകളിൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ശക്തിയോടെ നമുക്ക് മുന്നേറുവാൻ ഈ കാലങ്ങളിൽ ദൈവം ഇടയാക്കട്ടെ. കർത്തൃദാസനോട് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ നമ്മുടെ MS എബ്രഹാം പാസ്റ്റർ ഈ സൂമിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ആശീർവാദം പറയുവാൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, വെള്ളിയാഴ്ച നടന്നിരിക്കുന്ന